കോട്ടയം തീക്കോയാറ്റിൽ അപ്രതീക്ഷിതമായ ജലനിരപ്പ് ഉയർന്നപ്പോൾ തന്റെ 11 പശുക്കളെ വെള്ളപ്പൊക്കത്തിൽ നിരീക്ഷിക്കാനാകാത്തതിന്റെ നിസ്സഹായതയോർത്ത് കരയുകയാണ് കർഷകനായ അനിൽകുമാർ. വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാവുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പശുക്കിടാവായ കുക്കു മരിച്ച വേദനയിലാണ് 3ാം ക്ലാസ്സുകാരനായ ആദർശ്. ഇന്ന് പുലർച്ചെ തീക്കോയാറ്റിലുണ്ടായ ജലനിരപ്പിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായത്. ഇതിലൊരു സങ്കടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് തീക്കോയിൽ നമ്മൾ നിൽക്കുമ്പോഴെല്ലാം കാണുന്നത്. അതിൽ പ്രധാനം പുത്തമ്പരിക്കൽ വീട്ടിൽ അനിൽകുമാറിന്റെ തൊഴുത്തിലുണ്ടായ ദുരന്തമാണ്. 11 പശുക്കളാണ് അനിൽകുമാറിന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇന്നലെ രാത്രി ചാച്ചന്റെ ഒപ്പം പശുക്കൾക്ക് പുല്ലും വെള്ളവും കൊടുക്കാൻ ആദർശം വന്നതാണ്. ഇന്നിപ്പോൾ മഴവെള്ളപ്പാച്ചിലെടുത്ത തന്റെ പ്രിയപ്പെട്ട കന്നുകാലികൾക്കിടയിലൂടെ എന്ത് പറയണമെന്നറിയാതെ ഈ 3ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ വെറുതെ നടക്കുന്നു. പെട്ടെന്ന് വെള്ളം ഇടിച്ചു കയറിയപ്പോ മേൽക്കൂര വരെ മൂടി. അപ്പോൾ പശുവിനെ പെട്ടെന്ന് കയറ്റാൻ കഴിയാത്തതുകൊണ്ട് 4 എണ്ണത്തിന് വെള്ളോട്ട് കയറ്റി. അടുത്തൊക്കെ ചെന്ന് തൊടുവൊക്കെ കഴിച്ചു. പേരുണ്ട് പശുവിന്റെ പേര് കുട്ടൂന്ന്. പശു കിടന്ന് കാറുമായിരുന്നു. പുലർച്ചെ 2 മണിയോടെ കോട്ടയത്ത് പൂഞ്ഞാറിലും 30 ഏക്കറിലും ഉരുളുപൊട്ടി. ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തിയത് മീനച്ചിലാറ്റിന്റെ കൈവഴികളിലൊന്നായ തീക്കോയാറിലേക്ക് കൂടിയായിരുന്നു. ആറിനോട് ചേർന്നായിരുന്നു പുത്തമ്പുരയ്ക്കൽ അനിൽകുമാറിന്റെ തൊഴുത്ത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കളെ രക്ഷിക്കാൻ ആവുന്നത്ര ആ മനുഷ്യനും കുടുംബവും നോക്കി. 2 പശുക്കളെയും 2 കിടാവുകളെയും മാത്രമേ കുറഞ്ഞ സമയം കൊണ്ട് കരക്കടുപ്പിക്കാനായുള്ളൂ. അപ്പോഴേക്കും വെള്ളം വന്നു മൂടി. 10-60 ലിറ്റർ പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ത്യാഗം അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവം ഇന്നലെ. എനിക്ക് പശുവിനെ അഴിച്ചു മാറ്റാനുള്ള സ്വാധീനം കിട്ടിയില്ല. അല്ലാത്ത പക്ഷം ഞാൻ മാറ്റിയനായിരുന്നു. എൻ്റെ പശുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കൂട്ടിൽ തന്നെ അടിഞ്ഞു കിടക്കുന്ന കാണാനും എടുക്കാനുള്ള ആൾക്കാർ പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള പശുക്കളും മലവെള്ളപ്പാച്ചിലിൽ ചത്തു. പ്രാണന് വേണ്ടി പിടയുന്നതിനിടെ തള്ളപ്പശുക്കൾ ചുരത്തിയ പാലിന്റെ കറ തൊഴുത്തിലെ ചെളിയിൽ ഇപ്പോഴും കാണാം. പശുപരിപാലനം കൊണ്ട് മാത്രം ഉപജീവന മാർഗം കണ്ടെത്തുന്ന അനിൽകുമാറിനും കുടുംബത്തിനും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2018 പ്രളയകാലത്ത് പോലും ഇവിടെ ഇത്തരത്തിൽ വെള്ളം പൊങ്ങിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വെള്ളം, അതൊരു വെള്ളം എൻ്റെയൊക്കെ ഓർമ്മ വെച്ചാൽ പിന്നെ ഒരു ആദ്യമായിട്ടുള്ളൊരു വെള്ളമാണ്. 3-4 അടുത്ത് ഉരുള് പൊട്ടി ആ വെള്ളമെല്ലാം ഒന്നിച്ചു വന്നുകൊണ്ടാണ് ഇത്രയും വന്നത്. ഈ പശുവിനെ കൊണ്ട് മാത്രമുള്ള ഉപജീവനക്കാരനാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട്. വെറ്റിനറി സർജൻ സ്ഥലത്തെത്തി പരിശോധിച്ച് പശുക്കളെ മറവ് ചെയ്യാൻ അനുമതി നൽകി. ഇനി എന്ത് എന്നൊരു ചോദ്യം മാത്രമാണ് ഈ കർഷക കുടുംബത്തിന്റെ മുന്നിൽ ബാക്കിയാവുന്നത്. മൂന്നാം ക്ലാസ്സുകാരനായ ആദർശിന്റെ ഈ തലോടലൊന്നും അവന്റെ പ്രിയപ്പെട്ട കുക്കു എന്ന പശുക്കിടാവ് ഇപ്പോൾ അറിയുന്നില്ല. ഇന്ന് പുലർച്ചെ തീക്കോയാറ്റിലുണ്ടായ ജലനിരപ്പിനെ തുടർന്ന് ഒരു ക്ഷീരകർഷകന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായിരുന്ന 11 പശുക്കളാണ് ചത്തൊടുങ്ങിയത്. ഇവർക്കുണ്ടായ നഷ്ടം, കുക്കുവിന്റെ നഷ്ടം, ആദർശിന്റെ കുഞ്ഞു ഹൃദയത്തിലുണ്ടായ വേദന, ഇതിനൊന്നും ഒരുപക്ഷെ നഷ്ടപരിഹാരം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ കുടുംബത്തിന്റെ ഉപജീവന മാർഗം മുട്ടിയിരിക്കുകയാണ്. ഇവർക്ക് തക്കതായ നഷ്ടപരിഹാരം ഇനിയെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ ദീപക് ചെക്കപ്പിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, കോട്ടയം.